രണ്ട് ID കാർഡ് ഉപയോഗിച്ചതിലും തൃശൂർ വോട്ട് ചേർത്തതിലും വിചിത്ര വിശദീകരണവുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചേർത്തപ്പോഴാണ് രണ്ടാമത്തെ ID കാർഡ് കിട്ടിയതെന്നും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ആതിരയുടെ ബന്ധുവീട്ടിൽ താമസിച്ചതിനാലാണ് ആതിരയുടെ വിലാസം വന്നതെന്നും വി ഉണ്ണികൃഷ്ണൻ മീഡിയ വണ്ണോട് പറഞ്ഞു. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയുടെ പ്രഭാരി എന്ന രീതിയിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഇൻചാർജ് എന്ന രീതിയിലും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം 6 മാസത്തിലധികം ഒരു സ്ഥലത്ത് താമസിച്ചാൽ അദ്ദേഹത്തിന് അവർക്ക് അവിടെ നിയമപരമായി വോട്ട് ചേർക്കാനാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ താമസിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂരിലെ വോട്ട് ചേർക്കാൻ വേണ്ടി അപേക്ഷ നൽകി BLOമാർ അതിന്റെ വെരിഫിക്കേഷൻ എല്ലാം നടത്തി അതിനുശേഷം ഇലക്ടറൽ ഓഫീസർ അംഗീകരിച്ചിട്ട് വോട്ടർ പട്ടികയിൽ പേര് വന്നു. വോട്ടർ പട്ടികയിൽ പേര് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പട്ടികയിലെ പേരിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വ്യാജമായിട്ടോ അല്ലെങ്കിൽ കള്ളത്തരത്തിലോ യാതൊന്നുമില്ല. ഇന്ത്യയിലെ ഏത് പാർലമെന്റ് മണ്ഡലത്തിലും 6 മാസത്തിലധികം താമസിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം. അതനുസരിച്ച് മാത്രമാണ് ഞാൻ തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആതിരയുടെ വീട്ടുപേരാണ് വന്നിട്ടുള്ളത്, വള്ളിപ്പറ്റ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അല്ല, ഞാൻ അതിനോട് ആതിരയുടെ ഒരു ബന്ധു വീട്ടിൽ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും എവിടെയാണോ താമസിക്കുന്നത് ആ വീട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ആ അഡ്രസ്സിലാണ് നമ്മുടെ വോട്ട് ചേർക്കപ്പെടുക. അത് സ്വാഭാവികമാണ്. ഞാൻ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ താമസിക്കുമ്പോൾ ആ അഡ്രസ്സിലാണ് സ്വാഭാവികമായിട്ടും വോട്ട് ചേർക്കപ്പെടുക. അതിലെന്താ തെറ്റുള്ളത്? ഞാൻ ചെയ്ത ന്യായമായ വോട്ടാണ്. എന്റെ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ലഭിച്ച ID കാർഡ് ഉപയോഗിച്ച് തൃശ്ശൂരിലാണ് ഞാൻ വോട്ട് ചെയ്തത്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഞാൻ ഒരു വർഷത്തെ താമസിച്ചത്. ഞാൻ ആ ID കാർഡിൽ മറ്റൊരു ID കാർഡുമായിട്ട് ഞാൻ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് അവിടുന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന ID കാർഡ് വെച്ചുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല രീതിയിൽ വോട്ട് ചേർക്കുന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചടക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നിരവധി പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചടക്കും. ഈ 2 ID കാർഡ് എന്ന് പറയുന്നത് നിയമപരമായി തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിന് അല്ല, 2 ID കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കട്ടെ എന്ന്. ഓക്കെ, സാജിദ് അജ്മൽ വീണ്ടും ചേരുന്നു. സാജിദ്, വി ഉണ്ണികൃഷ്ണൻ എന്താണ് പറയുന്നത്? 2 വോട്ടർ ID ഉണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ആതിരയുടെ ബന്ധുവീട്ടിൽ താമസിച്ചതുകൊണ്ടാണ് തനിക്ക് ആതിരയുടെ മേൽവിലാസം ലഭിച്ചതെന്ന് പറയുന്നു. അതിന്റെ ലോജിക്ക് എന്താണ്? അജിംസ്, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ ഈ 2 ID കാർഡുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കാരണവശാലും ഒരു ഇന്ത്യൻ പൗരന് 2 എപ്പിക് നമ്പറിൽ ID കാർഡ് ലഭിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് ആണെങ്കിലും അത് പുതുക്കുമ്പോൾ ഈ പുതിയ നമ്പർ അല്ല തരുന്നത്, ഈ പഴയ നമ്പറാണ്. അതായത് അദ്ദേഹം തിരൂർ സ്വദേശിയാണ്, മലപ്പുറം ജില്ലയിലെ. അദ്ദേഹത്തിന് 6 മാസത്തിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ശരിവെക്കുകയാണെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ താമസിച്ചതുകൊണ്ട് ഈ തൃശ്ശൂർ നഗരത്തിലേക്ക് അദ്ദേഹത്തിന്റെ വോട്ട് മാറ്റാം. അതിൽ തെറ്റില്ല. പക്ഷെ അതിന് 2 ID കാർഡ്, ആ 2 ID കാർഡിന് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തിന്റെ ആദ്യ ID കാർഡിൽ ഉണ്ണികൃഷ്ണൻ എന്നും രണ്ടാമത്തേതിൽ അതായത് തൃശ്ശൂരിലുള്ളതിൽ ഉണ്ണികൃഷ്ണൻ V എന്നും തെറ്റായ വിവരങ്ങൾ നൽകുകയാണ് ചെയ്തത്. ഒരു വ്യക്തിയുടെ ID കാർഡ് പൂർണ്ണമായി നഷ്ടപ്പെട്ട് അതിന്റെ നമ്പർ അറിയില്ല എങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുക, അയാളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇവരാരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ തൊട്ട് അയൽവാസികൾ ഇവരുടെ എപ്പിക് നമ്പർ നോക്കി ഇവരുടെ ഈ നഷ്ടപ്പെട്ട വ്യക്തിയുടെ എപ്പിക് നമ്പർ കണ്ടുപിടിച്ച് അത് ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തിക്ക് 2 എപ്പിക് നമ്പറിൽ 2 ID കാർഡുകൾ ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെ 2 ID കാർഡ് ഓരോ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം അത് 2 വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ലഭിക്കില്ല. ഉണ്ണികൃഷ്ണനെ പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരിചയമുള്ള ഒരു വ്യക്തി ഇതിനെ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതൊരിക്കലും ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ചേർന്ന സംസാരമല്ല. അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ സഹോദരനും മറ്റുള്ള ആളുകളും എല്ലാം ചെയ്തിരിക്കുന്നത് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങൾ നൽകിക്കൊണ്ട് ഈ ഒരു തിരിച്ചറിയൽ കാർഡ് കൂടി നേടിയെടുത്തു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ഉണ്ണികൃഷ്ണൻ ഒന്നും തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നഗരത്തിലുള്ള ഉണ്ണികൃഷ്ണൻ ഒന്നും എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ നിയമപരമായി നോക്കുമ്പോൾ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക. പിന്നൊന്ന്, ആതിരയുടെ പള്ളിപ്പറ്റ ഹൗസ് എന്നതിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മാത്രമല്ല
മറ്റ് പല ആളുകളും ഈ തൃശൂർ ജില്ലയ്ക്ക് പുറത്തുള്ള 5 ആളുകളെയാണ് ഇതേ അഡ്രസ്സിൽ ചേർത്തിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഇത് കൂടാതെ ഉമ, തൃത്താല നിയോജക മണ്ഡലത്തിലെ നാഗലശ്ശേരി പഞ്ചായത്തിൽ BJPക്കായി മത്സരിച്ച ഉമയുടെ മകൻ, ഉമയുടെ ഭർത്താവ് മണികണ്ഠൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇവിടെയാണ്. ഇതുകൂടാതെ ഈ ആതിരയുടെ ഭർത്താവ് ആദർശ് കാസർഗോഡ് സ്വദേശിയാണ്. അദ്ദേഹത്തിന് മറ്റൊരു ID കാർഡ് അവിടെയുണ്ട്. തൃശ്ശൂരിൽ ഈ പള്ളിപ്പറ്റ ഹൗസ് എന്ന പേരിൽ മറ്റൊരു ID കാർഡ് നിർമ്മിച്ചുകൊണ്ട് ഇവിടെ വോട്ട് ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 2 ID കാർഡ് എന്നുള്ളത് വളരെ ഗൗരവകരമായ വിഷയമാണ്. അദ്ദേഹം ഈ വോട്ട് ചേർത്തതിനെ ന്യായീകരിക്കുകയാണ്. 6 മാസത്തിൽ കൂടുതൽ ആണെങ്കിൽ വോട്ട് ചേർക്കാമെന്നാണ്. മറ്റേതിന് അദ്ദേഹം അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞൊഴിയുകയാണ്. വളരെ ഒരു ക്രിമിനൽ കുറ്റമാണ് ഈ 2 ID കാർഡ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നുള്ളത്. അത് 2 വ്യക്തിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ കണക്കാക്കുക. ഇനിയും ഈ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷും എല്ലാം തന്നെ ഈ ഒരു ID കാർഡ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് 2 സ്ഥലത്ത് 2 വോട്ടായി 2 വ്യക്തികളായി തന്നെ അത് നിലനിൽക്കും എന്നുള്ളതാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത്.